പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടാവും. ഈ 4 ohmസും 2 ohmസും സബ് വൂഫറിന് 4 ohmസിലുള്ളതിനേക്കാളും വാട്ട്സ് 2 ohmസിൽ കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി 4 ohmസിൻ്റെ ഇരട്ടി 2 ohmസിൽ കിട്ടും എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. അങ്ങനെ കിട്ടുമോ എന്നുള്ളത്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ ഇൻഫിനിറ്റിൻ്റെ ആണ്, റെഫറൻസാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. അതേപോലെ നമ്മൾ പൈനിയർ ചാമ്പ്യൻ്റെ സ്പീക്കറുകളൊക്കെ ഉണ്ട്, ഡുവൽ കോയിൽ വരുന്നത്. ഇപ്പോൾ അതിൽ തന്നെ പൈനിയർ ചാമ്പ്യനിൽ തന്നെ 1212 D4 പറഞ്ഞൊരു മോഡലുണ്ട്. അത് 4 ohms ഡുവൽ കോയിലാണ്. അതിന് 500 വാട്ട്സാണ് പറയുന്നത്. അത് പാരലി ചെയ്ത് കഴിഞ്ഞാൽ 2 ohmസിൽ 1000 വാട്ടോ അല്ലെങ്കിൽ 500 കൂടുതൽ ഉണ്ടാവുമോ, പല ആൾക്കാർക്കും സംശയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മൾ ഈ സ്പീക്കർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പെക് ഷീറ്റാണിത്. ഇവർ പറയേണ്ടത് പവർ ഹാൻഡിലിങ് പറയേണ്ടത് 275 വാട്ട്സാണ്. അത് 2 or 4 ohm എന്നാണ് പറയേണ്ടത് ഇമ്പിഡൻസ്. മനസ്സിലായില്ലേ? 275 വാട്ട്സ്, അതിൽ കൂടുതൽ ഇതിന് ഇവർ വാട്ട്സ് എവിടെയും കൊടുത്തിട്ടില്ല. അതായത് 4 ohmസിൽ ലോഡ് ചെയ്താലും 275 വാട്ട്സേ കിട്ടുള്ളൂ. 2 ohmസിൽ ലോഡ് ചെയ്താലും 275 വാട്ട്സ് കിട്ടുള്ളൂ. ഇതേപോലെ തന്നെയാണ് പൈനിയറിൻ്റെ സബ് വൂഫർ എടുക്കുകയാണെങ്കിലും അതിൽ 4 ohms 2 പാരലൽ ചെയ്താൽ 2 ohms ആവും. 2 ohmസിൽ അത് 500 വാട്ട് കിട്ടും. അതേപോലെ അത് രണ്ടും സീരീസ് ചെയ്താൽ 8 ohms ആവും, 2 4 ohms. അപ്പോഴും 500 വാട്ട്സേ കിട്ടുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ വാട്ട്സ് പറയേണ്ടത്. അല്ലാതെ ഇതിപ്പോൾ 275 ഇതിൻ്റെ ഇരട്ടി 2 ohmസിൽ കിട്ടുന്നല്ല. പിന്നെ ഇപ്പം എന്തിനാ കമ്പനി ഇങ്ങനെ ഒരു സ്വിച്ചൊക്കെ കൊടുത്ത് ഇത് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അതെന്താ വെച്ചാൽ ഇത് കാർ സബ് വൂഫറാണ്, കാറിലേക്ക് വേണ്ടി ഉണ്ടാക്കിയ സബ് വൂഫറാണ്. അപ്പം എന്താ വെച്ചാൽ ഇപ്പം ഇതൊരു JBLൻ്റെ ക്ലബ് സീരീസുള്ളൊരു കാർ ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ വാട്ട്സ് വരെ കൊടുത്താണ്. ഇത് 4 ohmസിൽ 375 വാട്ട്സാണ് RMS പറയുന്നത്. 2 ohmസിൽ 550 വാട്ട്സും. കണ്ടില്ലേ? അതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചാമ്പ്യൻ്റെ സബ് വൂഫറാണ് ഇതിന് ഉപയോഗിക്കുന്നത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 4 ohms മാത്രമുള്ള ഒരു കോയിലാണെങ്കിൽ ഇപ്പോൾ ഈ ആമ്പ് കൊടുത്തു കഴിഞ്ഞാൽ 370 വാട്ട്സേ അതിൽ ടോട്ടൽ കിട്ടുള്ളൂ. നേരെ മറിച്ച് ഇങ്ങനെ ഒരു സ്വിച്ചിങ് ഉള്ളതാണെങ്കിൽ അത് 2 ohmസിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 4 ohms കോയിലാണെങ്കിൽ അത് 2 ohmസിലേക്ക് പാരലൽ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് 550 ആയിട്ട് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് കൂടും. അതിന് വേണ്ടിയാണ്, അതായത് ആംപ്ലിഫയർ കൂടുതൽ പവർ 2 ohmസിൽ എടുക്കും. അതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സംവിധാനം കാർ സബ് വൂഫറുകളിൽ പ്രത്യേകിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാതെ കാർ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് മാത്രമാണ് കൂടുന്നത്, ഒരിക്കലും സബ് വൂഫറിൻ്റെ ഔട്ട്പുട്ട് കൂടുന്നില്ല. സബ് വൂഫർ കമ്പനി എത്ര പറയുന്നു അതേ കിട്ടുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ സ്വിച്ചിങ് ആണ്. ഇതിന് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സെയിം വാട്ടായിരിക്കും കിട്ടുക, 275. പക്ഷെ ചാമ്പ്യന് നമുക്ക് 500 വാട്ടിലും കുറയാൻ ചാൻസ് ഉണ്ട്. അത് എങ്ങനെയാണ് അതിനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ, 4 ohmസിൻ്റെ 2 കോയിലല്ലേ, അപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു കോയിൽ 250 വാട്ടായിരിക്കും. 2 കോയിലും കൂടി ചേർന്നിട്ടുള്ള വാട്ടാണ് അവർ 500 പറയുന്നത്. ഇതും ഒരു കോയിലിൻ്റെ 2 കോയിലിൻ്റെ വാട്ടേജാണ് 275 പറയുന്നത്. അതായത് 4 ohmസിൽ 275, 2 ohmസിൽ 275, അതായത് 2 കോയിലും കൂടി ചേർന്നുള്ള വാട്ട്സാണ്. അത് ഇതിൻ്റെ നമ്മൾ ഒരു കോയിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 275ൻ്റെ നേർ പകുതിയായിട്ടാണ് ഇതിൻ്റെ വാട്ട്സ് മാറുക.
അതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ. ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു സംശയങ്ങൾ ഉണ്ടാവും. 4 ohms സബ് ഊഫർ 2 ohmsലേക്ക് മാറുമ്പോൾ ആ സബ് ഊഫറിൻ്റെ വാട്ട്സ് കൂടും എന്നുള്ളത് അത് ഒരിക്കലും ശരിയല്ല, അത് തെറ്റാണ്. ആംപ്ലിഫയറിൻ്റെ വാട്ടേജ് കൂടും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കാർ സബ് ഊഫറുകളിൽ ഇങ്ങനെ 2 കോയിൽ കൊടുക്കാൻ കാരണം. പ്രത്യേകിച്ച് 2 ohmsൽ ലോഡ് ചെയ്യാൻ പറ്റുന്നത് സബ് ഊഫറുകൾ ഇറക്കുന്നുണ്ട്. ഓക്കെ.